ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. ഞാൻ 2 ദിവസം മുമ്പ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ട് അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. ഇത് ബീഫ് വെച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യാനുള്ള കാരണം തന്നെ ഇക്കാണ് കേട്ടോ. ഇക്കാക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് മെയിനായിട്ട് ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കി എടുത്താലോ. അപ്പോൾ പുഴുങ്ങിയ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂട്ടിയിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അളവ് എത്രയാണെന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. പിന്നെ നമുക്ക് ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും തേങ്ങാക്കൊത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കനിൽ സബോള ഇട്ടിരിക്കണം, പക്ഷേ ഇതിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. എത്ര ഇട്ട് കൊടുക്കണോ അത്രയും നല്ലത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് പേസ്റ്റ് ഇട്ടിട്ട് എണ്ണ തെളിയുന്നവരൊന്ന് വാറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് നന്നായി വാറ്റി കൊടുക്കാം. പച്ചമണി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതൊന്ന് തിളച്ച് തന്നിട്ട് ബീഫ് ഇട്ട് നന്നായി വാറ്റിയെടുക്കാം. കുറച്ച് മലയാളിയും തൂക്കുക കേട്ടോ. എന്നിട്ട് സിമ്മിലിട്ട് നന്നായി വാറ്റിയെടുക്കാം. ഞാൻ നന്നായി വരട്ടി എടുത്തതായിരുന്നു. പക്ഷേ ലാസ്റ്റ് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴോ ബീഫിൽ കുറച്ചേ ഉള്ളൂ. ആൾ സുഖമായിട്ട് ഷോപ്പിക്കാനുള്ള ലഞ്ച് ബോക്സിൽ നന്നായി ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഇക്ക മറന്നു കേട്ടോ. ഈ കായ വഴി വേഗം ടിഫിൻ ബോക്സിലും ആക്കി ആൾ പോണതിന് മുമ്പ് ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എടുത്ത് കഴിക്കലും കഴിഞ്ഞു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നു ചട്ടിയിൽ കുറച്ചേ ഉള്ളൂ, പക്ഷേ പറയാതിരിക്കാൻ ഉഗ്രൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചാച്ചാ.